മഞ്ചേശ്വരത്ത് തോൽവി ഭയന്ന് നാണം കെട്ട കളിയുമായി UDF. NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് നേതാവിനെ അപരനായി ഇറക്കി. തിരുവനന്തപുരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സുരേന്ദ്രൻ നായരാണ് അപരനായി മത്സരരംഗത്ത് ഉള്ളത്. എങ്ങനെയെങ്കിലും ജയിക്കണം, അതിനുവേണ്ടി എന്ത് നാണം കെട്ട കളിക്കും UDF തയ്യാറാകുമെന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത്. മഞ്ചേശ്വരത്ത് അപരനായി ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെ തന്നെ ഇറക്കിയിരിക്കുകയാണ് UDF. ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ഈ തോൽവി ഭയം കൊണ്ട് എന്തൊക്കെയാണ് UDF കാട്ടിക്കൂട്ടുന്നത് എന്ന കാര്യത്തിലേ ഉള്ളൂ സംശയം. എന്തായാലും ഈ തലസ്ഥാനത്തെ നേതാവാണ് സുരേന്ദ്രൻ നായർ. അദ്ദേഹത്തെ അങ്ങ് മഞ്ചേശ്വരത്ത് കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. ഒരു മുതിർന്ന നേതാവാണ് എന്ന ഒരു പരിഗണന പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ് വിരോധാഭാസം. എങ്ങനെയാണ് ഈ ഘട്ടത്തെ നോക്കിക്കാണേണ്ടത്? തീർച്ചയായും നാണം കെട്ട കളികൾ തന്നെയാണ് UDF കളിക്കുന്നത്. കാരണം നമുക്കറിയാം, മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ വലിയ രീതിയിൽ തന്നെ ഏറെ മുന്നേറിയിട്ടുണ്ട് പ്രചാരണത്തിൽ. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു പ്രചാരണമാണ്. താഴെത്തട്ടിലുള്ള പ്രവർത്തനം സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു പ്രചാരണം മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായി തന്നെ പ്രചാരണവും അതോടൊപ്പം തന്നെ ഏറെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഭയന്ന് തോൽവി ഉറപ്പിച്ചിട്ടാണ് ഇത്തരത്തിൽ നാണം കെട്ട കളിയുമായി അടവ് മാറ്റി UDF രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ UDF ഒരു അപരനെ രംഗത്തിറക്കുകയാണ്. കെ സുരേന്ദ്രനെതിരെ ഒരു അപരനെ രംഗത്തിറക്കിയിരിക്കുകയാണ്. അതും തിരുവനന്തപുരത്തെ ഒരു മുതിർന്ന നേതാവ് കൂടിയായ ഒരു വ്യക്തിയെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. സുരേന്ദ്രൻ നായർ എന്ന വ്യക്തി അവരുടെ DCC അംഗം കൂടിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഞ്ചായത്ത് അംഗമായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കരയിലെ സുരേന്ദ്രൻ നായർ എന്ന വ്യക്തിയെ മഞ്ചേശ്വരത്ത് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നു, അപരനായി നിർത്തിയിരിക്കുന്നു. നമുക്കറിയാം, 2016 വെറും 89 വോട്ടുകൾക്ക് മാത്രമാണ് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. അന്ന് അപരനായി മത്സരിച്ചിരുന്ന വ്യക്തി 479 വോട്ട് പിടിച്ചിരുന്നു. ഇത്തരത്തിൽ വളരെ ചെറിയ വോട്ടിൻ്റെ മാത്രം ഒരു ഭൂരിപക്ഷത്തിന് വിജയിച്ച ഈ മണ്ഡലത്തിൽ അത് അന്ന് UDFനെ സഹായിച്ചത് ഇത്തരത്തിൽ അപരനായി മത്സരിച്ചിരുന്ന വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഒരു നാണം കെട്ട കളി, അതായത് ജനാധിപത്യ വിരുദ്ധമായ രീതിയിലുള്ള ഒരു പ്രക്രിയ തന്നെ എന്ന് പറയാം. അത്തരത്തിലുള്ള ചില കളികളാണ് ഇപ്പോൾ UDF കളികളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ മഞ്ചേശ്വരം എന്ന് പറയുന്നത് NDAയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഈ മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള ചില അപര സ്ഥാനാർത്ഥിയെ രംഗത്ത് നിർത്തി BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി പ്രചാരണ രംഗത്ത് ഇല്ല എന്നുള്ളതാണ്. പല ഇടങ്ങളിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ കൃത്യമായി തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പല ഇടങ്ങളിലും പ്രചാരണ രംഗത്ത് കാണുന്നില്ല. പല ഇടങ്ങളിലും അവരുടെ പോസ്റ്ററുകൾ കാണുന്നില്ല. ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഇടത് സ്ഥാനാർത്ഥി രംഗത്തില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് NDA ഇവിടെ വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥി രാഖി. ശിവദാസ്, എന്തായാലും മഞ്ചേശ്വരത്താണ് തോൽവി ഭയന്ന് കോൺഗ്രസിന്റെ ഒരു നാണം കെട്ട കളി നടക്കുന്നത് എന്നുള്ളതാണ്. കെ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാവിനെ അപരനായി ഇറക്കുകയാണ് കോൺഗ്രസ്. തിരുവനന്തപുരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സുരേന്ദ്രൻ നായരാണ് അപരനായി മത്സരരംഗത്ത് ഉള്ളത്.